Hi students, നമ്മൾ സെക്ഷൻ ഓഫ് സോളിഡ്സിൽ കേസ് 3 ടൈപ്പ് പ്രോബ്ലം ഓൾറെഡി സോൾവ് ചെയ്തു. അത് ഹെക്സഗണൽ പ്രിസത്തിനെ സെക്ഷൻ ചെയ്ത് അതിന്റെ ട്രൂ ഷേപ്പ് എന്താണെന്നാണ് വരച്ചത്. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് സെയിം ഹെക്സഗണൽ പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ട്രൂ ഷേപ്പ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ പ്രിസം എന്ന. പരീക്ഷയിൽ നിങ്ങളോട് ഒരേ സമയം ട്രൂ ഷേപ്പും ഡെവലപ്ഡ് സർഫസും വരയ്ക്കാൻ ചോദിക്കില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങളോട് ട്രൂ ഷേപ്പ് വരയ്ക്കാനോ അതല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ദ പ്രിസം അല്ലെങ്കിൽ പിരമിഡ് വരയ്ക്കാനാണ് സാധാരണ ചോദിക്കാറുള്ളൂ. സോ നമുക്ക് എങ്ങനെയാണ് ഇവിടെ സെക്ഷൻ ചെയ്ത ഹെക്സഗണൽ പ്രിസത്തിന്റെ ഡെവലപ്ഡ് സർഫസ് വരയ്ക്കുക എന്നുള്ളത് ഇനി മനസ്സിലാക്കാം. ഇതാണ് നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ള ഹെക്സഗണൽ പ്രിസത്തിന്റെ സെക്ഷൻഡ് ഫ്രണ്ട് വ്യൂ, സെക്ഷൻഡ് ടോപ്പ് വ്യൂ, ട്രൂ ഷേപ്പ്. സോ നമുക്ക് ഡെവലപ്മെന്റ് ഓഫ് ദ പ്രിസം ചോദിക്കുമ്പോൾ ട്രൂ ഷേപ്പിന്റെ ഭാഗം വരയ്ക്കാതെ സെക്ഷൻഡ് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ വരെ വരച്ചു നിർത്തിയിട്ട് നേരെ ഡെവലപ്മെന്റിലേക്ക് പോവാവുന്നതാണ്. ഡെവലപ്മെന്റ് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഇതിന്റെ സൈഡിൽ തന്നെ വരയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം പേപ്പറിൽ തൊട്ടടുത്ത പേജിൽ വരച്ചാലും തെറ്റില്ല. പക്ഷേ നമ്മുടെ ഡയമെൻഷൻസുകളെല്ലാം കറക്റ്റ് ആയിട്ട് വേണം ഡെവലപ്മെന്റിൽ വരയ്ക്കാനായിട്ട്. ഇനി നമ്മൾ ഓർക്കുക, നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഹെക്സഗണൽ പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് അല്ല, സെക്ഷൻ ചെയ്തതിന് ശേഷമുള്ള ഹെക്സഗണൽ പ്രിസത്തിന്റെ പോർഷന്റെ ഡെവലപ്മെന്റ് ആണ്. അത് ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് വരയ്ക്കാൻ സാധിക്കില്ല. അത് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതിനു മുമ്പായി നമ്മൾ ഡെവലപ്മെന്റിനെ കുറിച്ചും കൂടെ വ്യക്തമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഡെവലപ്മെന്റ് എന്നത് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതൊരു സോളിഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ആ സോളിഡിനെ കട്ട് ചെയ്ത് നിവർത്തി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കത്രിക ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്ത് നിവർത്തി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഷേപ്പ് എന്താണ്? ഇതിനെയാണ് ഡെവലപ്ഡ് സർഫസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് ഒരു ക്യൂബിന്റെ ഡെവലപ്ഡ് സർഫസ് ആണ്. ക്യൂബ് ഒരു പ്രിസത്തിന്റെ എക്സാമ്പിൾ ആണ് അല്ലെ. കാരണം ബേസ് സ്ക്വയർ ആയിട്ടുള്ള, എല്ലാ ഫേസുകളും സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്രിസം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ക്യൂബ്. സോ ക്യൂബ് എന്ന് പറയുന്നത് ഒരു പ്രിസത്തിന് എക്സാമ്പിൾ ആണ്. അതിന്റെ ഡെവലപ്ഡ് സർഫസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ഇനി ഒരു ഹെക്സഗണൽ പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കേണ്ടതെന്ന് കൂടെ മനസ്സിലാക്കുക. ഏതൊരു പ്രിസത്തിന്റെയും ഡെവലപ്മെന്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനകത്ത് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു വലിയ റെക്ടാങ്കുലർ ഷേപ്പും രണ്ട് ബേസുകളുടെ ഷേപ്പും കൂടെ ചേരുന്നതാണ് ആ ഒരു പ്രിസത്തിന്റെ ഡെവലപ്ഡ് സർഫസ്. ഇപ്പോൾ ക്യൂബിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ക്യൂബിന്റെ ഒരു വലിയ റെക്ടാങ്കിളും മുകളിലും താഴെയുമായിട്ട് രണ്ട് ബേസ് ഇവിടെ സ്ക്വയർ ആണല്ലോ ക്യൂബിന്റെ. അപ്പൊ രണ്ട് സ്ക്വയറുകൾ മുകളിലും താഴെയും കൂടെ വരച്ചാൽ ക്യൂബിന് ഡെവലപ്മെന്റ് ആയി. ഇവിടെ ഇതിന്റെ സ്ഥാനത്ത് ഒരു പെന്റഗണൽ പ്രിസം ആണെങ്കിൽ ഒരു വലിയ റെക്ടാങ്കിളും മുകളിലും താഴെയും ഈ സ്ക്വയറിന്റെ സ്ഥാനത്ത് വരുന്നത് പെന്റഗൺ ആയിരിക്കും, പെന്റഗണൽ ബേസ് ആയിരിക്കും. ഹെക്സഗൺ ആണെങ്കിൽ പിന്നെ വലിയ റെക്ടാങ്കിളും മുകളിലും താഴെയും ഹെക്സഗണൽ ഷേപ്പ് ആയിരിക്കും. ഇതാണ് ഏതൊരു പ്രിസത്തിന്റെയും സെക്ഷൻ ചെയ്യാതിരിക്കുമ്പോഴുള്ള ഡെവലപ്ഡ് സർഫസ്. ഓക്കെ, അപ്പോൾ വരയ്ക്കേണ്ടതും ഇതുപോലെ തന്നെ അളവെടുത്താണ് വരയ്ക്കേണ്ടത്. ഈ വലിയ റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ ഈ റെക്ടാങ്കിൾ എങ്ങനെ വരയ്ക്കാം? റെക്ടാങ്കിൾ വരയ്ക്കാനായിട്ട് നമുക്ക് അറിയേണ്ടത് റെക്ടാങ്കിളിന്റെ ലെങ്ത്തും വിഡ്ത്തും അറിഞ്ഞാൽ മതി. ഓക്കെ, എന്താണ് ലെങ്ത്, എന്താണ് വിഡ്ത്ത് എന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് വിഡ്ത്ത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഈ ഒരു ഡെവലപ്ഡ് സർഫസിനെ കൂട്ടി യോജിപ്പിച്ചാണ് നമ്മൾ സോളിഡിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഈ രണ്ട് ബേസുകളെ തമ്മിലൊന്ന് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ലെങ്ത് എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ വലിയ റെക്ടാങ്കിളിന്റെ വിഡ്ത്ത്. ആ ലെങ്ത് എന്ന് പറയുന്നത് പ്രിസത്തെ സംബന്ധിച്ച് എന്താണ്? അതിന്റെ ഹൈറ്റ് ആണ്. സോ ഈ ലെങ്ത് എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ വലിയ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? പ്രിസത്തിന്റെ ഹൈറ്റ് ആണ്. അതുപോലെ ഈ വലിയ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്തായിരിക്കും? ഉറപ്പായിട്ട് നമുക്കറിയാം. നമ്മളിത് ഇങ്ങനെ തന്നെ ചേർത്ത് വെച്ചതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ, നോക്കിക്കേ, ഈ എഡ്ജ് ലൈൻ കൂട്ടുന്നതാണല്ലോ ഈ പറയുന്ന ലെങ്ത് എന്ന് പറയുന്നത്. ശരിക്കും അതെന്താണ്? ഈ ബേസും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ബേസിന്റെ പെരിമീറ്റർ ആണ് ഈ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. സോ ഈ വലിയ റെക്ടാങ്കിൾ നിങ്ങൾ വരയ്ക്കാനായിട്ട് ഈ ലെങ്ത് എന്ന് പറയുന്നത് ബേസ് എന്താണോ അതിന്റെ പെരിമീറ്റർ ആയിരിക്കും. ഇപ്പോൾ പെന്റഗൺ ആണെങ്കിൽ 5 എഡ്ജ് ഉണ്ടാവും, അപ്പോൾ അതിന്റെ പെരിമീറ്റർ ആയിരിക്കും. ഹെക്സഗൺ ആണെങ്കിൽ 6 എഡ്ജുകളുണ്ടല്ലോ, അപ്പോൾ അതിന്റെ പെരിമീറ്റർ ആയിരിക്കും ലെങ്ത് വരിക. ഇത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രിസത്തിന്റെ ഹൈറ്റുമാണ്. ഇത് രണ്ടും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡെവലപ്ഡ് സർഫസിന്റെ വലിയ റെക്ടാങ്കിളിനെ വരയ്ക്കാം. ഇനി നമുക്കറിയേണ്ടത് മുകളിലും താഴെയും ബേസിനെ വരയ്ക്കാന്നുള്ളതാണ്. ബേസിനെ നമുക്ക് താഴെയും മുകളിലും വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കോളങ്ങളിൽ എവിടെ വേണമെങ്കിലും വരയ്ക്കാം.
വരച്ചതിന് ശേഷം എന്താണ് സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ, പെന്റഗൺ ആണെങ്കിൽ പെന്റഗണൽ ബേസ് വരയ്ക്കാൻ ശ്രമിക്കുക. ആ ബേസിന്റെ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ എഡ്ജ് ആയിരിക്കും. ശ്രദ്ധിക്കുക, നമ്മൾ ഈ വലിയ റെക്ടാങ്കിൾ വരച്ചതിന് ശേഷം ഇതിന് നമ്മൾ ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് ഒരു ബേസ് എഡ്ജ് എത്രയാണോ അത്രയും ലെങ്ത് എടുത്തിട്ട് വേണം ഇതിനെ ഡിവൈഡ് ചെയ്യാൻ. പെന്റഗൺ ആകുമ്പോൾ ഇതിന് ഈ വലിയ റെക്ടാങ്കിൾ നമ്മൾ 5 ആയിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. ഹെക്സഗൺ ആകുമ്പോൾ 6 ആയിട്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അതിനോടൊപ്പം തന്നെ ഡിവൈഡ് ചെയ്തു മുകളിലും താഴെയും ബേസിനെ വരച്ചു കഴിഞ്ഞാൽ ഡെവലപ്ഡ് സർഫസിന്റെ ഷേപ്പായി മാറി. ഇനി അതിനോടൊപ്പം തന്നെ ഈ ഓരോ കോർണേഴ്സിനും നമ്മൾ പേരുകൾ കൊടുക്കണം. പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മുകളിലുള്ള ബേസിന്റെ പേര് ABCD ബേസ് എന്നും താഴെയുള്ള ബേസിന്റെ പേര്, ഈ ബേസിന്റെ പേര് ABCD എന്നാണ്, ഈ താഴെയുള്ള ബേസിന്റെ ഒരു PQRS ബേസ് എന്നുള്ളതാണ് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പേര് കൊടുക്കുമ്പോൾ ഈ കോർണേഴ്സിന് ABCD എന്ന് പേര് കൊടുക്കുക. ശേഷം ലാസ്റ്റ് വരുന്ന കോർണറിന് വീണ്ടും A എന്ന് തന്നെ പേര് കൊടുക്കുക. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, നമ്മൾ ഇതിനെങ്ങനെ മടക്കി കഴിയുമ്പോൾ ഇത് A ആണ്. ഈ ലാസ്റ്റ് വരുന്ന കോർണറും ആദ്യമുള്ള കോർണറും ശരിക്കും പറഞ്ഞാൽ എക്സാക്ട്ലി സെയിം കോർണേഴ്സ് തന്നെയാണ്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോയതാണ്. രണ്ടും ഒരേ കോർണേഴ്സ് തന്നെയായിരുന്നു. കട്ട് ചെയ്തപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോയതാണ്. അതുകൊണ്ടാണ് രണ്ട് എൻഡിലും A വരുന്നത്. ഇത് തന്നെയാണ് താഴെയും Pക്കും സംഭവിക്കുക. സോ PQRS P എന്ന് തന്നെയാണ് എഡ്ജുകൾക്ക് കോർണേഴ്സിന് പേര് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിന്റെ മുകളിലായിട്ട് വരുന്ന ഈ കോർണേഴ്സിന്റെ പേരുകൾ എന്തെല്ലാമാണ്? ഇത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാനായിട്ടൊരു വഴിയുള്ളത്, ബിയുടെ ഇടത് സൈഡിലേക്കുള്ള കോർണറിന്റെ പേര് എന്താണോ അതായിരിക്കും ഇവിടെ. സോ ബിയുടെ ഇടത് സൈഡിലുള്ള A ആണെങ്കിൽ ഇവിടെ A. സിയുടെ റൈറ്റ് സൈഡിലുള്ള കോർണർ ഏതാണോ അതായിരിക്കും തൊട്ട് മുകളിൽ വരുന്നത് D. ഇനിയും കോർണർ ഉണ്ടെങ്കിൽ അത് ഇതിനപ്പുറം വരുന്ന A തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ A വന്നു. അങ്ങനെയും വരയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാം, മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നമുക്ക് ഐഡിയ കിട്ടും. ഈ പറയുന്ന രണ്ട് കോർണർ Aയും അതിൻ്റെ കൂടെ ഈ ടോപ്പിലുള്ള Aയും കൂടെ കൂട്ടിമുട്ടുമ്പോൾ സെയിം കോർണർ പോയിന്റ് ആയി മാറി അല്ലേ. അപ്പോൾ അങ്ങനെയാണ് പോയിന്റുകളെ നമ്മൾ മാർക്ക് ചെയ്തത്. അത് നിങ്ങൾക്ക് വ്യക്തമായില്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒന്നുകൂടെ ക്ലിയർ ആയി മാറും. സോ അങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുക. അതുപോലെ തന്നെ PQRS എന്ന താഴെയുള്ള ബേസിനും പേര് കൊടുക്കാം. ഇതാണ് സെക്ഷൻ ചെയ്യാത്ത ഒരു ക്യൂബിന്റെ ഡെവലപ്ഡ് സർഫസ്. ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ പ്രോബ്ലത്തിലെ ഹെക്സഗണൽ പ്രിസത്തിന്റെ സെക്ഷൻ ചെയ്യാത്ത ഡെവലപ്ഡ് സർഫസ് വരയ്ക്കണം. അതിനുശേഷം ഈ പറയുന്ന ഡെവലപ്ഡ് സർഫസിൽ നമ്മുടെ ഈ കട്ടിംഗ് പോയിന്റുകളെയൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്ത സെക്ഷണൽ ഹെക്സഗണൽ പ്രിസത്തിന്റെ ഡെവലപ്ഡ് സർഫസ് കിട്ടുക എന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് ഇനി മനസ്സിലാക്കാം. ഹെക്സഗണൽ പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് നിങ്ങൾ വരയ്ക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഡെവലപ്ഡ് സർഫസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ വരയ്ക്കുന്ന എല്ലാ അളവുകളും ട്രൂ ലെങ്ത് ആയിരിക്കണം. ഒരിക്കലും അപ്പാരന്റ് ലെങ്ത്തിൽ ഒരളവും എടുക്കരുത്. അതായത് നമ്മുടെ ഗിവൺ ഡ്രോയിങ്സിൽ, അതായത് ഇവിടെയുള്ള ഗിവൺ ഡ്രോയിങ്സിൽ ചിലപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു അളവ് അപ്പാരന്റ് ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ആ അപ്പാരന്റ് അളവിലല്ല ഡ്രോയിങ്സ് വരയ്ക്കേണ്ടത്, ട്രൂ അളവിലായിരിക്കണം, യഥാർത്ഥ അളവിലായിരിക്കണം ഡ്രോയിങ്സ് വരയ്ക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു സോൾട്ടിന്റെ തന്നെ ഇങ്ങനെ നിവർത്തി കാണിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എല്ലാ ലെങ്ത്തുകളും ട്രൂ ലെങ്ത് ആയിരിക്കും. ഇവിടെ ഒരു ലെങ്ത് പോലും അപ്പാരന്റ് ആയിട്ടുള്ള ലെങ്ത്തുകളില്ല. അതെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം നമ്മൾ ഡെവലപ്മെന്റ് വരച്ചു തുടങ്ങാനായിട്ട്. സോ നമ്മൾ ആദ്യം തന്നെ വരയ്ക്കാൻ പോകുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ഹെക്സഗണൽ പ്രിസമാണ്. അതിന്റെ സെക്ഷൻ ചെയ്യാതെ ഇരിക്കുമ്പോൾ ഡെവലപ്ഡ് സർഫസ് ആണ് വരയ്ക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ടോട്ടൽ ആൻസർ ആണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ സ്പ്ലിറ്റപ്പ് എന്നുള്ളത് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ വലിയ റെക്ടാങ്കിൾ വരയ്ക്കണം. വലിയ റെക്ടാങ്കിൾ വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആ റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ പ്രിസം ആയിരിക്കും. നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ പ്രിസം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഹൈറ്റ് ഓഫ് ദ പ്രിസം എന്ന് പറയുന്നത് 50 mm ആണ്. സോ 50 mm വിഡ്ത്ത് ആണ് ഞാൻ ഇവിടെ എടുത്ത ഈ റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് വരച്ചിരിക്കുന്നത്. ദെൻ ഞാൻ ഈ ലെങ്ത് ഉപയോഗിക്കുന്നത് എത്രയാണ്? ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ പെരിമീറ്റർ ഓഫ് ദ ഹെക്സഗൺ ആണ്. ഹെക്സഗൺ ബേസ് ഹെക്സഗണൽ ഷേപ്പ് ആണല്ലോ, അതിന്റെ പെരിമീറ്റർ ആണ് അല്ലെ. ഒരു ബേസ് എഡ്ജ് 20 ആണ് അല്ലെ. ഹെക്സഗണിന്റെ ഒരു ബേസ് എഡ്ജ് എത്രയാണ്? ഒരു ബേസ് എഡ്ജ് 20 ആണ്. 20 ആണെങ്കിൽ എന്തായിരിക്കും അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്? പെരിമീറ്റർ P is equal to 20 into 6. എത്ര നമ്പർ ഓഫ് സൈഡ് ഉണ്ടോ അത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 that is equal to 120 millimeter. സോ നിങ്ങൾ 120 millimeter സ്കെയിലിൽ എടുക്കുക. 120 millimeter നിങ്ങൾ സ്കെയിലിൽ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ 120 mm നിങ്ങൾക്ക്
ലെങ്ത് വരയ്ക്കാം. ദെൻ വീണ്ടും ഇവിടുന്ന് 50 mm ഹൈറ്റ് എടുത്ത് നിങ്ങൾ ആ വലിയ റെക്ടാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ റെക്ടാങ്കിളിനെ ഈക്വൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ആക്കി മാറ്റണം. ഈക്വൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ആക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മുടെ ബേസിന്റെ എഡ്ജ് അത്ര നമ്പർ ഓഫ് ഡിവിഷൻ ആക്കുക. ഓക്കെ, ബേസ് എഡ്ജ് 6 ആണെങ്കിൽ 6 ഡിവിഷൻ ആക്കുക, 5 ആണെങ്കിൽ 5 ഡിവിഷൻ ആക്കുക. സോ ഇവിടെ 6 ബേസ് എഡ്ജ് ഉണ്ട് അല്ലെ, ഹെക്സഗൺ ആയതുകൊണ്ട്. സോ 6 ഡിവിഷൻ ആക്കണം. അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മൾ ഒരു ബേസ് എഡ്ജിന്റെ ലെങ്ത് എത്രയാണ്, നമ്മുടെ കയ്യിൽ 20 ആണ് അല്ലെ. ആ 20 ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കോമ്പസിറ്റ് ഡിസ്റ്റൻസ് എടുക്കുക. 20 mm ഡിസ്റ്റൻസ് നിങ്ങൾ സ്കെയിലിൽ അളന്നെടുക്കുക. 1 to 20 mm ഡിസ്റ്റൻസ് അളന്നെടുത്തു. നിങ്ങൾ ഇവിടെയുള്ള കോർണറിൽ കൊണ്ട് കുത്തി ഒന്ന് ഒരു ആർക്ക് വരച്ചു, അടുത്ത കോർണർ കുത്തി അടുത്ത ആർക്ക് വരച്ചു. അങ്ങനെ നിങ്ങൾക്ക് ഇവിടം വരെ എത്തിക്കാം. നിങ്ങൾക്ക് 6 ഡിവിഷൻ ആക്കാം. മുകളിലും ഇതേപോലെ തന്നെ മുകളിലും ഒപ്പം തന്നെ ചെയ്യണം. കാരണം ഈ കോർണർ ഡിവൈഡ് ചെയ്ത് പോയി നിങ്ങൾക്ക് ഈസി ആയിട്ട് പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കാമല്ലോ. സോ അങ്ങനെ നിങ്ങൾ മുകളിലും താഴെയും ഈക്വൽ നമ്പർ ഓഫ് ഡിവിഷൻ ആക്കി നിങ്ങൾ പെൻസിൽ എടുത്ത് മുകളിൽ നിന്ന് താഴേക്ക് ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ ശ്രമിക്കുക. 2H പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ ശ്രമിക്കുക. മുകളിൽ നിന്ന് താഴേക്ക് നിങ്ങളിങ്ങനെ പെർപെൻഡിക്കുലർ ലൈനുകൾ വരച്ച് ഈക്വൽ നമ്പർ ഓഫ് ഡിവിഷൻ ആക്കുക. ലൈറ്റ് കളർ പെൻസിലാണ് ഉപയോഗിക്കേണ്ടത്. ദെൻ നമ്മൾ ഇതിന് പേര് കൊടുക്കുക. പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മുകളിലുള്ള പോയിന്റുകളുടെ പേര് ABCD, താഴെയുള്ള പോയിന്റുകളുടെ പേര് PQRS. മാത്രമല്ല എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതാവുള്ളൂ. സ്മോൾ ലെറ്റർ ആരും ഉപയോഗിക്കാൻ പാടില്ല. ഡെവലപ്മെന്റിൽ ട്രൂ ലെങ്ത് ആയിരിക്കണം, ലെറ്ററിംഗ് എല്ലാം ക്യാപിറ്റലും ആയിരിക്കണം. സോ ABCDEFA അതുപോലെ PQRST P വരെ ആദ്യത്തെയും അവസാനത്തെയും ലെറ്റർ സെയിം ആയിരിക്കണം. പിയും ഇവിടെ എയും. അത് എല്ലാവർക്കും ഞാനത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്രയും ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും 2 സൈഡിൽ നിങ്ങൾ ബേസിനെ വരയ്ക്കുക. ബേസിനെ വരയ്ക്കുമ്പോൾ ടോപ്പ് ബേസിനെയും ബോട്ടം ബേസിനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഞാനിവിടെ DE എന്ന് പറയുന്ന ഒരു എഡ്ജ് DE എന്ന് പറയുന്ന എഡ്ജ് ഹെക്സഗണിന്റെ ബേസ് എഡ്ജാക്കി കൺസിഡർ ചെയ്തുകൊണ്ട് രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ള എഡ്ജായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ DEയിൽ നിന്ന് 120 ആംഗിൾ എടുത്ത് 20 mm എഡ്ജ് വെച്ച് ബേസ് എഡ്ജ് വെച്ച് C വരച്ചു. അങ്ങനെ വരച്ചു. ഞാനിപ്പോൾ നെയിമിംഗ് പറയുന്നില്ല, ഞാൻ ഇങ്ങോട്ട് ലൈൻ വരച്ചു. 120 വെച്ച് ഇങ്ങനെ മൊത്തം വരച്ച് ഈ ബേസിനെ വരച്ചു. ഇവിടെയും അതുപോലെ ബേസിനെ വരച്ചു. അപ്പോൾ ബേസിനെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ DE ആണ് കൺസിഡർ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ BC വെച്ച് BCയുടെ ഇവിടെ വരയ്ക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് FAയുടെ അവിടെയും വരയ്ക്കാം. താഴെ ഞാനിപ്പോൾ വരച്ചേക്കുന്ന STയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ QRലോ UPയിലോ ഒക്കെ വരയ്ക്കാം. നമുക്ക് നേരെ മുകളിലും താഴെ വരണം അങ്ങനെ യാതൊരു റൂളും നിർബന്ധവും ഇല്ല. പക്ഷെ നമ്മൾ എപ്പോഴും വരയ്ക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ശ്രദ്ധിക്കുക, എപ്പോഴും കറക്റ്റ് സെന്ററിൽ മുകളിലും താഴെയുമായിട്ട് ബേസുകൾ വരത്തക്ക രീതിയിൽ വരച്ചാൽ അത് വളരെ നല്ലതായിരിക്കും. കാഴ്ചയിൽ നല്ലതായിരിക്കും, വരയ്ക്കുമ്പോഴും നമുക്ക് എളുപ്പമായിരിക്കും. സോ അത്രയും നിങ്ങൾ വരയ്ക്കുക. വരച്ചതിന് ശേഷം ഡയമെൻഷൻ 50-20 എന്നുള്ളത് ബേസ് എഡ്ജ്. ഇവിടെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കില്ല. ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ബേസ് എഡ്ജ് 20 B to A എന്നുള്ള ഇവിടെ നിങ്ങൾക്ക് 20യും ഇവിടെ നിങ്ങൾക്ക് ഒരു 50 ഡയമെൻഷൻ എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങളിവിടെ ABCD പേരുകളും PQRS നെയിമിംഗ് കൊടുത്തു. നിങ്ങൾ ഇപ്പോൾ വരച്ച ബേസിന് നിങ്ങൾ നെയിമിംഗ് കൊടുക്കുമ്പോൾ ഇതിനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ D ആണല്ലോ, ഇത് E ആണല്ലോ. അപ്പോൾ ഇനി ഇവിടെ എന്താണ് പേര് എന്നുള്ളതിന് നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട. ഡിയുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന പോയിന്റ് ഏതാണ്? C ആണ്. എങ്കിൽ ഇവിടെ വരുന്ന പോയിന്റ് C ആയിരിക്കും. അത് കഴിഞ്ഞുള്ളത് ആരാണെന്ന സംശയത്തിന് സിയുടെ അപ്പുറം കിടക്കുന്ന ഇടത് സൈഡിലെ പോയിന്റ് ആരാണ്? B ആണ്. അതായിരിക്കും ഇവിടെ വരിക. അങ്ങനെയാണെങ്കിൽ അടുത്തത് A ആയിരിക്കും. ഇനി ഈ കഴിഞ്ഞ് ഇവിടെ വരുന്ന പോയിന്റ് ആണെന്ന് സംശയമുള്ളവർ ഇയുടെ റൈറ്റ് കിടക്കുന്ന പോയിന്റ് ആരാണ്? F ആണ്. അതായിരിക്കും ഇവിടെ വരിക. അതിന്റെ അപ്പുറമുള്ള പോയിന്റ് ആരാണ്? A ആണ്. അതായിരിക്കും ഇവിടെ വരിക. ക്ലിയർ. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ PQRSനെയും മാർക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് ബേസ് വരച്ച് പോയിന്റുകളെ മാർക്ക് ചെയ്യാവുന്നത്. ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് സെക്ഷൻ ചെയ്യാത്ത ഹെക്സാഗണൽ പ്രിസത്തിന്റെ ഡെവലപ്ഡ് സർഫസ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യനിൽ കട്ട് ചെയ്ത സോളിഡിന്റെ ഡെവലപ്ഡ് സർഫസ് ആണ്. അതാണ് എങ്ങനെ വരയ്ക്കാമെന്ന് പറയാൻ പോകുന്നത്. നമ്മൾ അതിന് വരയ്ക്കുന്നതിനായിട്ട് ഓൾറെഡി നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ സെക്ഷൻ പ്ലെയിൻ കടന്നു പോകുന്ന സമയത്ത് ഈ പറയുന്ന ഹെക്സാഗണൽ പ്രിസത്തിന്റെ ബേസ് എഡ്ജുകളെയും സൈഡ് എഡ്ജുകളെയും കട്ട് ചെയ്താണ് സെക്ഷൻ പ്ലെയിൻ കടന്നു പോയത്. അപ്പോൾ അന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന എഡ്ജിന്റെ ഇത്രയും ഹൈറ്റ് ഇനി മിച്ചമുള്ളൂ, ബാക്കിയുള്ളതില്ല. അപ്പോൾ നമ്മൾ വരച്ച സമയത്ത് ഫോർ എക്സാമ്പിൾ Q മുതൽ B വരെയുള്ള Q മുതൽ B വരെയുള്ള ഈ ടോട്ടൽ ഹൈറ്റ് ഇപ്പോൾ നിലവിലില്ല. കാരണം ഇത്രയും ഹൈറ്റ് അല്ലേ, ഈ Q മുതൽ ഈ 3 വരെയുള്ള അത്രയും ഹൈറ്റ് ഇവിടെ ഉള്ളൂ. അപ്പോൾ അത്രയും ഹൈറ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യും. Q മുതൽ B വരെയുള്ള ലൈനിൽ അത്രയും ഹൈറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മോൾ ഭാഗം ഇല്ല, താഴ്ഭാഗത്തേക്ക് പിന്നെ നമ്മുടെ ഗിവൺ സോൾഡ് ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോയിന്റുകളെല്ലാം ഇതിനകത്തേക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പോയിന്റുകൾ ഒരു പർട്ടിക്കുലർ രീതിയിൽ കൂട്ടി വരച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കട്ട് ചെയ്യപ്പെടാത്ത
ബാക്കിയുള്ള സെക്ഷൻഡ് സോൾഡിൻ്റെ ബാക്കിയുള്ള പോർഷൻ്റെ ഡെവലപ്ഡ് സർഫസ് കിട്ടും. ഓക്കെ, ഇനി എങ്ങനെയാണ് ആ പോയിന്റുകളെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിവിടെ വരച്ചിരിക്കുന്നത് എല്ലാം ട്രൂ ലെങ്തിലായതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഒരു അളവ് എടുക്കുന്നത് ആ അളവിൻ്റെ ട്രൂ ലെങ്തിൽ നിന്ന് തന്നെ ആയിരിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ആകെ മൊത്തം 6 പോയിന്റുകളേ ഉള്ളൂ. ഈ 6 പോയിന്റുകളും എനിക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഞാൻ ചൂസ് ചെയ്യുന്നത് 1 ആണ്. പോയിന്റ് 1 നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, 1 എന്ന പോയിന്റ് നിങ്ങൾ ഫ്രണ്ട് വ്യൂവിലെ P' മുതൽ Q' വരെയുള്ള ലൈനിന്റെ അകത്തെ പോയിന്റാണ് 1'. അതുകൊണ്ട് ഞാൻ 1 ഇവിടെ നിന്ന് എടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ ഞാൻ കോമ്പസിൽ പെൻസിൽ വെച്ച് ഞാൻ ആ ഡിസ്റ്റൻസ് ഒന്ന് മെഷർ ചെയ്യുകയാണ്. PQ ലൈനിൽ പിയിൽ നിന്ന് ഞാൻ 1 എടുത്തു. എന്നിട്ട് ഇവിടെയുള്ള P മുതൽ Q വരെയുള്ള യഥാർത്ഥ ടൂ ലെങ്ത് ലൈനിൽ ഞാൻ പിയിൽ കോമ്പസ് കുത്തി 1 മാർക്ക് ചെയ്തു. ഇങ്ങനെ നിങ്ങൾ 1 മാർക്ക് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നത്തൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ആ ചെയ്യുന്നത് തെറ്റാണ്. ഓക്കെ, അതെന്തുകൊണ്ടെന്നാൽ ഇവിടെ P മുതൽ Q വരെയുള്ള ലൈനിന്റെ ലെങ്ത് എത്രയാണെന്ന് നിങ്ങൾ നോക്കിക്കേ. ദാറ്റ് ഈസ് 20 mm ആണ്. ഇവിടെ നിങ്ങളുടെ ഡ്രോയിങ്സിലെ P മുതൽ Q വരെയുള്ള ഇവിടെ നമുക്കത് P', Q' ആണ് അല്ലേ. ഈ ലൈനിന്റെ ലെങ്ത് എത്രയാണ്? അത് അറൗണ്ട് 10 മില്ലിമീറ്ററേ ഉള്ളൂ അല്ലേ. നോക്കിക്കേ, P' മുതൽ Q' വരെയുള്ള ഈ ലെങ്ത് 10 മില്ലിമീറ്ററാണ്. 10 മില്ലിമീറ്ററിൽ എവിടെയാണ് 1' കിടക്കുന്നതെന്ന് കാണിച്ചിരിക്കുന്നത്. നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എവിടെ മാർക്ക് ചെയ്യണം? 20 മില്ലിമീറ്ററിനകത്ത് എവിടെയാണ് ആ 1 കിടക്കുന്നതെന്ന് മാർക്ക് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ നമുക്ക് നിലവിൽ ഈ 1നെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് അളവ് അളന്നെടുക്കാൻ പറ്റത്തില്ല. പകരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് P മുതൽ Q വരെയുള്ള ബേസ് എഡ്ജ് ഏതാണെന്ന് നോക്കുക. ഇതാണ് P മുതൽ Q വരെയുള്ള ബേസ് എഡ്ജ്. ഈ ലൈനിന്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കുക. ഇത് 20 mm ലൈനാണ്. അതിനകത്ത് എവിടെയാണ് 1 കിടക്കണമെന്ന് നോക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ പിയിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇവിടെയാണ് 1 കിടക്കുന്നത്. ആ ലെങ്ത് ഞാൻ കോമ്പസിൽ അളന്നെടുത്തു. ദെൻ ഇവിടെ പിയിൽ കോമ്പസ് കുത്തി 1 മാർക്ക് ചെയ്തു. ക്ലിയർ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്രയേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ വരച്ചിരിക്കുന്ന എല്ലാ ലെങ്ത്തുകളും ട്രൂ ലെങ്ത് ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു പോയിന്റിനെ നിങ്ങൾ അളന്ന് മാർക്ക് ചെയ്യുന്ന സമയത്ത്, കോമ്പസിൽ കൂടെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, എടുക്കുന്ന ഭാഗം ട്രൂ ലെങ്ത്തിലുള്ള ലൈനിൽ നിന്നാണോ എടുത്തത് എന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ച് വിഷമകരമായിട്ട് തോന്നുകയാണെങ്കിൽ ഞാനതൊരു എളുപ്പത്തിലൊരു കാര്യം പറഞ്ഞു തരാം. ബേസ് എഡ്ജിൽ കിടക്കുന്ന പോയിന്റ് ആണെങ്കിൽ നിങ്ങൾ ടോപ്പ് വ്യൂവിൽ നിന്ന് അളന്നെടുക്കുക. സൈഡ് എഡ്ജിൽ കിടക്കുന്ന പോയിന്റുകളാണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് അളവെടുത്ത് മാർക്ക് ചെയ്യുക. ക്ലിയർ? ഇങ്ങനെ പറയാം, ബേസ് എഡ്ജിൽ കിടക്കുന്ന പോയിന്റ് ആണെങ്കിൽ ടോപ്പ് വ്യൂവിൽ നിന്നും, സൈഡ് എഡ്ജിൽ കിടക്കുന്ന പോയിന്റുകളാണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ നിന്നും എന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്യാം. അതായത് ബേസ് എഡ്ജിൽ കിടക്കുന്ന പോയിന്റ് ആണല്ലോ 1, അല്ലാതെ 1 കിടക്കുന്നത് P', Q' എന്ന് പറഞ്ഞത് ബേസിന്റെ എഡ്ജിൽ കട്ട് ചെയ്ത പോയിന്റ് അല്ലേ 1ഉം 2ഉം. സോ 1ഉം 2ഉം ഞാൻ എടുക്കേണ്ടത് ഫ്രണ്ട് വ്യൂവിന്റെ അവിടെ പോയിട്ടല്ല, ടോപ്പ് വ്യൂവിന്റെ അവിടെ നിന്ന്. 1 Pയുടെയും Qയുടെ ഇടയിലെ പോയിന്റ് ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചതുപോലെ Pയുടെ Qയുടെ ഇടയിൽ 1 അളന്നെടുത്ത് ഇവിടുത്തെ P മുതൽ Q വരെയുള്ള ലൈനിൽ 1 മാർക്ക് ചെയ്തു. അതുപോലെ 2ഉം ശരിക്കും പറഞ്ഞാൽ P മുതൽ U വരെയുള്ള ലൈനിലെ പോയിന്റ് ആണ്. അത് ഫ്രണ്ട് വ്യൂവിൽ എടുക്കരുത്. ബേസ് എഡ്ജിലെ പോയിന്റ് ആണെങ്കിൽ ബേസിൽ പോയി എടുക്കുക. സോ ഇവിടെ PU എന്ന് പറഞ്ഞാൽ ഇതാണ് PU എഡ്ജ്. അവിടെ Pയിൽ കോമ്പസ് കുത്തി നമ്മൾ 2ന്റെ ഡിസ്റ്റൻസ് എടുത്തു. ഇവിടെ PU എവിടെ നോക്കുക. ഇതാണ് P മുതൽ U വരെയുള്ള ലൈൻ. ഇവിടെ PU ലൈനിൽ കൊണ്ടുപോയിട്ട് നമ്മൾ 2 മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബേസ് എഡ്ജിൽ കിടക്കുന്ന പോയിന്റുകളാണെങ്കിൽ നമ്മൾ ഈ സെക്ഷൻ ലൈനിലെ പോയിന്റുകളാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ കിടക്കുന്ന പോയിന്റ് ബേസ് എഡ്ജിലാണെങ്കിൽ ബേസിൽ നിന്നാണ് അളവെടുക്കാൻ. സൈഡ് എഡ്ജിലെ പോയിന്റ് ആണെങ്കിൽ സൈഡിൽ നിന്ന് അളവെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ 1ഉം 2ഉം എടുത്ത് നിങ്ങൾ ഓൾറെഡി മാർക്ക് ചെയ്തു അല്ലേ. ബേസ് എഡ്ജിലെ പോയിന്റുകൾക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അത് നിങ്ങൾ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം മാർക്ക് ചെയ്യണം. അതായത് ഈ PU എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ Pയിൽ കുത്തി 2 മാർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഇതേ PU ഇവിടെയുള്ള ബേസിലും ഉണ്ട് അല്ലേ. നോക്കി, ഈ ബേസിൽ ഇവിടം മുതൽ ഇവിടം വരെ P മുതൽ U വരെ ഇല്ലേ. ഇവിടെ നിങ്ങൾ Pയിൽ കുത്തിയിട്ട് PU ലൈനിൽ 2 മാർക്ക് ചെയ്യണം. അപ്പൊ ബേസ് എഡ്ജിൽ കിടക്കുന്ന പോയിന്റ് ബേസിൽ നിന്ന് എടുക്കുക. എടുത്തതിന് ശേഷം ഡെവലപ്മെന്റിൽ 2 പ്രാവശ്യം മാർക്ക് ചെയ്യുക. ഇതേ രീതിയിൽ പഠിക്കുക. സോ PU ഇവിടെയുമുണ്ട് 2 പ്രാവശ്യം മാർക്ക് ചെയ്യണം. അത് തന്നെയാണ് ഈ 1ന് സംഭവിക്കുക. 1 ഇവിടെയുണ്ട്, ഇത് PQയിൽ ഇവിടെ ഒരു PQ ഉണ്ടല്ലോ, ഇതാണ് PQ. അവിടെയും Pയിൽ കുത്തിയിട്ട് 1 മാർക്ക് ചെയ്യുക. Pയിൽ കുത്തിയിട്ട് 1 മാർക്ക് ചെയ്യുക.
സി. ഇനി അടുത്തത് നമുക്ക് അടുത്ത പോയിന്റ് 3 and 4 ആണ് അല്ലെ. 1 and 2 മാർക്ക് ചെയ്തു. ഇനി നമുക്ക് 3 and 4 മാർക്ക് ചെയ്യണം. 3 and 4 നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഈ പോയിന്റ് കിടക്കുന്നത് വെർട്ടിക്കൽ സൈഡ് എഡ്ജ് ലൈനിലാണ് അല്ലെ. അപ്പോൾ വെർട്ടിക്കൽ സൈഡ് എഡ്ജ് ലൈനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അളവെടുക്കേണ്ടത് ഫ്രണ്ട് വ്യൂവിൽ നിന്ന്. അത് ബേസിൽ പോയി നോക്കി കിട്ടത്തില്ല. ബേസിൽ ഒരു പോയിന്റ് മാത്രമാണ് കിടക്കുന്നത് അല്ലെ. അത് സൈഡ് എഡ്ജിലെ പോയിന്റ് ആണെങ്കിൽ അളവെടുക്കേണ്ടത് ഫ്രണ്ട് വ്യൂവിൽ നിന്ന്, അതായത് താഴെയുള്ള ക്യൂവിൽ നിന്ന് 3 വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അപ്പോൾ 3ക്കും 4നും ഒരു ഡിസ്റ്റൻസ് ആണ് അളവെടുക്കുക. സോ ഇതിലെ ക്യൂ ബിയുടെ പോയിന്റ് ആണ് 3, യു എഫിലെ പോയിന്റ് ആണ് 4. അത് ഓർത്തിരിക്കുക, മാറിപ്പോകരുത്. സോ ഇവിടെ നമ്മൾ വന്നിട്ട് ക്യൂ ബി അവിടെ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുക. ക്യൂ ബിയിൽ 3 മാർക്ക് ചെയ്തു. അതേ അളവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ യു എഫിൽ 4 മാർക്ക് ചെയ്തു. സൈഡ് എഡ്ജിലെ പോയിന്റ് ഒരു പ്രാവശ്യം മാർക്ക് ചെയ്താൽ മതി. എന്നാൽ ബേസ് എഡ്ജിലെ പോയിന്റ് 2 പ്രാവശ്യം മാർക്ക് ചെയ്യണം എന്നുള്ളത് ഓർത്തോളുക. സിമിലർലി അടുത്ത പോയിന്റ് നമുക്കുള്ളത് 5ഉം 6ഉം ആണ്. 5, 6 മാർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ താഴെ പറഞ്ഞ അതേ റൂള്. ബേസ് എഡ്ജിലെ പോയിന്റ് ആണ് 5', 6'. അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ അളവെടുക്കാൻ പോകരുത്. സി ബിക്ക് ഇടയിലുള്ള അളവെടുക്കരുത്. പകരം നേരെ താഴെ വരിക. എന്നിട്ട് 5 മനസ്സിലാക്കുക എവിടുത്തെ പോയിന്റ് ആണ്. C'-നും B'-നും ഇടയിൽ വന്ന പോയിന്റ് ആണ് ബ്രാക്കറ്റ് 5'. അപ്പൊ ഇവിടെ സിക്കും ബിക്കും ഇടയിലാണ് 5 കിടക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബിയിൽ നിന്ന് 5 വരെ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക. ദെൻ ഇവിടെ അപ്പൊ ബിയിൽ നമ്മൾ അളവെടുത്തു അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ബിയിൽ കോമ്പസ് കുത്തി ബിക്കും സിക്കും ഇടയിൽ 5 മാർക്ക് ചെയ്യുക. ബേസിലെ പോയിന്റ് ആയിട്ട് 2 പ്രാവശ്യം മാർക്ക് ചെയ്യണം. ഇവിടെയും ഒരു ബി സി ഉണ്ട്, അവിടെയും ബിയിൽ കോമ്പസ് കുത്തിയിട്ട് 5 മാർക്ക് ചെയ്യാം. അതേ അളവ് തന്നെയാണ് 6നും ഉള്ളത്. 6 കിടക്കുന്ന ഇവിടുത്തെ പോയിന്റ് ആണ് ഇക്കും എഫിനും ഇടയിലാണ്. ഞാൻ എഫിൽ നിന്നാണ് അളവെടുത്തത് 6 വരെ. അതുകൊണ്ട് ഇവിടെ ഇ മുതൽ എഫ് വരെയുള്ള ഈ എഡ്ജ് ലൈനിൽ എഫിൽ കോമ്പസ് കുത്തി 6 മാർക്ക് ചെയ്തു. ഇവിടെയും എഫിൽ കോമ്പസ് കുത്തി 6 മാർക്ക് ചെയ്തു. ബേസിലെ പോയിന്റ് ആയിട്ട് 2 പ്രാവശ്യം മാർക്ക് ചെയ്തു. സോ ഞാൻ 1, 3, 5, 6, 6, 4, 2, 2, 1 എല്ലാ പോയിന്റുകളും 6 പോയിന്റുകളും മാർക്ക് ചെയ്തു. ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പോയിന്റുകളെ എങ്ങനെ നമുക്ക് കൂട്ടി വരയ്ക്കാം എന്നുള്ളത്. ഇത് കൂട്ടി വരച്ച് കഴിയുമ്പോൾ നമ്മുടെ സെക്ഷൻ സോൾഡിന് ഡെവലപ്ഡ് സർഫസ് ആവും. സോ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? നമ്മൾ ആദ്യം ഒരു പോയിന്റുമേ സ്റ്റാർട്ട് ചെയ്യാം. 1ൽ നിന്ന് നിങ്ങൾ അടുത്ത പോയിന്റ് തൊട്ടടുത്ത കോൺസിക്യൂട്ടീവ് പോയിന്റ് ആണെന്ന് നോക്കി വേണം മാർക്ക് ചെയ്യാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, 1, 2, 3 എന്ന ഓർഡർ ഒന്നും ഇല്ല, കോൺസിക്യൂട്ടീവ് പോയിന്റുകളാണ്. സോ 1ൽ നിന്ന് അടുത്ത് കിടക്കുന്ന പോയിന്റ് 3 ആണ്. അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ദെൻ 3ൽ നിന്ന് 5ലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. 5ൽ നിന്ന് അടുത്ത കോൺസിക്യൂട്ടീവ് പോയിന്റ് 5 ആണ്. നോർമലി നമ്മൾ ചെയ്യുന്നത് 5ൽ നിന്ന് 5ലേക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് ശ്രമിക്കും. അത് തെറ്റാണ്. അങ്ങനെ ഒരിക്കലും വരയ്ക്കാൻ പാടില്ല. പകരം ചെയ്യേണ്ടത് സെയിം പോയിന്റുകളാണെങ്കിൽ, ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, സെയിം പോയിന്റുകളാണെങ്കിൽ ആ പോയിന്റുകളിലേക്ക് എത്തുന്നത് ഇതിന്റെ എഡ്ജിലൂടെ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 5ൽ നിന്ന് ഡി വരെ വരയ്ക്കുക, ഡിയിൽ നിന്ന് സി വരെ വരയ്ക്കുക, സിയിൽ നിന്ന് 5 വരെ വരയ്ക്കുക. രണ്ടും സെയിം പോയിന്റ് അല്ലേ, ഇതിലും 5 അല്ലേ. സെയിം പോയിന്റുകൾക്കിടയിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കരുത്. അതിനെ സെയിം പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യണം, എഡ്ജിലൂടെ പാസ് ചെയ്യണം. ദെൻ 5ൽ നിന്ന് 6 ഡിഫറെന്റ് പോയിന്റ് ആണ്. നേരെ സ്ട്രെയിറ്റ് ലൈൻ അകത്തോടെ വരയ്ക്കാം. 6ൽ നിന്ന് 6ലേക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കരുത്. പകരം 6ൽ നിന്ന് ഇതാണ് പോയിന്റ് കേട്ടോ, ഇത് 6 അങ്ങനെ വരയ്ക്കുക. ദെൻ 6ൽ നിന്ന് അടുത്ത പോയിന്റ് 4 ആണ്. അങ്ങോട്ടേക്ക് ലൈൻ വരച്ചു. 4ൽ നിന്ന് 2, 2ൽ നിന്ന് പിന്നെ നമുക്ക് അടുത്ത പോയിന്റ് കിട്ടേണ്ടത് 2 ആണ്. 2ൽ നിന്ന് 2 നമുക്ക് ഡയറക്റ്റ് വരയ്ക്കാൻ പാടില്ല. 2ൽ നിന്ന് നേരെ ടി വരെ വരയ്ക്കുക. ടിയിൽ നിന്ന് യുവിൽ നിന്ന് 2ൽ നിന്ന് അടുത്ത പോയിന്റ് 1 ആണെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ് വരയ്ക്കാം. 1ൽ നിന്ന് പിന്നെ കണ്ടുപിടിക്കേണ്ട പോയിന്റ് 1 ആണ്. അപ്പൊ നമ്മൾ എന്ത് ഇങ്ങനെ വരയ്ക്കുന്നത് തെറ്റാണ്. നമ്മൾ എന്ത് ചെയ്യണം, എഡ്ജിലൂടെ പാസ് ചെയ്യണം. ദാറ്റ് ഈസ് 1 to Q, R, S, S, R, Q, 1 അങ്ങനെ 1ലെത്തി. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അതേ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തി. ഇത് നിങ്ങൾ വരയ്ക്കേണ്ടത് HBയുടെ പെൻസിൽ കൊണ്ടായിരിക്കണം വരയ്ക്കേണ്ടത്. ഓക്കെ, അത്രയും നിങ്ങൾ വരച്ചതിന് ശേഷം ഇതിന്റെ ഉൾഭാഗം ഡാർക്കൺ ചെയ്യുക. അതായത് 3ൽ നിന്ന് താഴേക്കുള്ള ഭാഗം ഡാർക്കൺ ചെയ്യുക. ഇവിടെ സിയിൽ നിന്ന് 6 വരെയുള്ള ഭാഗം ഡാർക്കൺ ചെയ്യുക. ഡിയിൽ നിന്ന് എസ് വരെയുള്ള ഭാഗം HBയുടെ പെൻസിൽ കൊണ്ട് ഡാർക്കൺ ചെയ്യുക. ഇവിടെ 6ൽ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം ഡാർക്കൺ ചെയ്യുക. ഇവിടെ 4U ഇത് കംപ്ലീറ്റ് ഡാർക്കൺ ചെയ്യുക. അതുപോലെ ഇവിടെയും നിങ്ങൾക്ക് ഡാർക്കൺ ചെയ്ത് വേണമെങ്കിൽ കാണിക്കാവുന്നതാണ്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഭാഗം കംപ്ലീറ്റ് ഡാർക്കൺ ചെയ്ത് ഞാൻ വരച്ചു. ഈ ഡാർക്കൺ ചെയ്ത സർഫസിന് പുറമേ വരുന്ന സർഫസുകളെല്ലാം കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഭാഗങ്ങളാണ് ഹെക്സാഗണൽ പ്രിസത്തിന്റെ. അപ്പോൾ അത് രണ്ടും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ HBയുടെ പെൻസിൽ കൊണ്ട് ഡാർക്കൺ ചെയ്ത് വരച്ച് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഹെക്സാഗണൽ പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.